63ാമത് ഫാർമസി വാരാഘോഷത്തോടനുബന്ധിച്ചാണ് ഇന്ദിരാഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സയൻസ് പെരുമ്പാവൂരിന്റെ ആഭിമുഖ്യത്തിൽ ഈ മാസം 4-ന് ബിഫാം ബിരുദധാരികൾക്കുള്ള ബിരുദദാന ചടങ്ങ് സംഘടിപ്പിക്കുന്നത്. തുടർന്ന് ഡിസംബർ 5-ന് ഫാർമസ്യൂട്ടിക്സ് മേഖലയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സാധ്യതകളെക്കുറിച്ചുള്ള ദേശീയ സെമിനാറും ഡിസംബർ 6-ന് കുട്ടികളുടെ കലാപരിപാടികൾ ഉൾപ്പെടുത്തി ആർട്ട് ഫെസ്റ്റിവലും നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഡിസംബർ 4-ാം തീയതി നമ്മുടെ 2019 ഇവിടുന്ന് പഠിച്ചിറങ്ങിയ ബിഫാം പിള്ളേരുടെ ഗ്രാജുവേഷൻ ഡേ. അത് നമ്മുടെ ഫാർമസിയുടെ ടീം ഡോക്ടർ രാജശ്രീ ഫ്രം കേരള യൂണിവേഴ്സിറ്റി ഓഫ് മെഡിക്കൽ സയൻസ് തിരുച്ചൂർ അവർ തന്നെ ചീഫ് ഗസ്റ്റായിട്ട് വരാൻ ഉദ്ദേശമുള്ള ഏർപ്പാടാക്കിയിട്ടുണ്ട്. ആദ്യത്തെ ദിവസം ഗ്രാജുവേഷൻ ഡേ, രണ്ടാമത്തെ ദിവസം 5/12/2024 ഒരു ദിവസത്തുള്ള നാഷണൽ സെമിനാർ. നമ്മുടെ കേരളത്തിലുള്ള ആൾക്കാരും ഉണ്ടാകും, പുറത്തുള്ള ആൾക്കാരും ഉണ്ടാകും. അതിനുള്ള റിസോഴ്സ് പേഴ്സണായിട്ട് JSS യൂണിവേഴ്സിറ്റിയുള്ള ഡോക്ടർ പടിവേലൻ, അതേ രീതിയിൽ അണ്ണാമലൈ യൂണിവേഴ്സിറ്റിയുള്ള പ്രൊഫസർ ഡോക്ടർ P. വെങ്കടേശൻ, നമ്മുടെ ലിസി കോളേജിലുള്ള എമിറേറ്റസ് പ്രൊഫസർ ഡോക്ടർ ജോൺ ജോസഫ്, അതുകൂടാതെ അഗല്യ കോളേജ് ഓഫ് ഫാർമസി പാലക്കാട് തൊട്ടുള്ള ഡോക്ടർ ദീപു. അത് രണ്ടാമത്തെ ദിവസത്തുള്ള ഒരു ദിവസത്തുള്ള നാഷണൽ സെമിനാർ. മൂന്നാമത്തെ ദിവസം നമ്മുടെ സ്വന്തം കോളേജ്, നമ്മുടെ കോളേജിനകത്തുള്ള പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ദിവസത്തുള്ള ആർട്സ് ഫെസ്റ്റിവൽ. ഫാർമസി കോളേജ് ആരംഭിച്ച 2019 പ്രവേശനം നേടി ഡിഗ്രി നേടിയ ആദ്യ ബാച്ചിന്റെ ബിരുദദാന ചടങ്ങാണ് ആദ്യ ദിനം നടത്തപ്പെടുന്നത്. കേരള ആരോഗ്യ സർവകലാശാല ഡീൻ ഡോക്ടർ രാജശ്രീ RS ബിരുദദാനം നിർവഹിക്കും. ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ ട്രസ്റ്റ് ചെയർമാൻ KM പരീദ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. പ്രൊഫസർ ഡോക്ടർ നീന KX ബിരുദധാരികൾക്കുള്ള സത്യവാചകം ചൊല്ലിക്കൊടുക്കും. രണ്ടാം ദിവസത്തെ ദേശീയ സെമിനാറിൽ കേരളത്തിനകത്തും പുറത്തുമുള്ള വിദഗ്ധർ പ്രഭാഷണം നടത്തുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. വാർത്താ സമ്മേളനത്തിൽ പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ J. നന്ദകുമാർ, പ്രൊഫസർ ഡോക്ടർ ശ്രീകാന്ത് SK, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ PR മോഹൻകുമാർ എന്നിവരും സംബന്ധിച്ചു.